എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർ വിവരങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫെയർ ചോദ്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രത്യേകം നോക്കി വയ്ക്കുക. 20 മാർക്കോളം ചോദ്യങ്ങൾ നമുക്ക് കറണ്ട് അഫെയറിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമുക്ക് ഈ ചോദ്യത്തിലോട്ട് കിടക്കാം. 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലാൻഡോ നോറിസ്. 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലാൻഡോ നോറിസ്. അടുത്തത്, വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ. വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് വകുപ്പും സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ദെൻ 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസം. 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസം ബോംഗോ സാഗർ. ബോംഗോ സാഗർ. ഇന്ത്യക്ക് വേണ്ടി ഈ നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന കപ്പലാണ് INS റൺവീർ. ഇന്ത്യക്ക് വേണ്ടി നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന കപ്പൽ INS റൺവീർ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെയും ബൂച്ച് വിമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിക്കുന്ന പേടകം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെയും ബൂച്ച് വിമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിക്കുന്ന പേടകം സ്പേസ് എക്സിൻ്റെ ക്രൂ 10. സ്പേസ് എക്സിൻ്റെ ക്രൂ 10. 2025 മാർച്ച് 14 പേടകം വിക്ഷേപിച്ചത്. 2024 ജൂണിൽ സ്റ്റാർ ലൈനർ പേടകത്തിലാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിലെത്തിയത്. 2024 ജൂണിൽ സ്റ്റാർ ലൈനർ പേടകത്തിലാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. ദെൻ അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൽഡിംഗ് മെഷീൻ സ്ഥാപിച്ചതെവിടെ? കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൽഡിംഗ് മെഷീൻ സ്ഥാപിച്ചതെവിടെ? തിരുവനന്തപുരത്താണ്. ദെൻ കേരളത്തിലെ ലഹരി വ്യാപനം തടയുന്നതിനായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. കേരളത്തിലെ ലഹരി വ്യാപനം തടയുന്നതിനായി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്കായി നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്കായി നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളം. ദെൻ സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ IQ എയറിൻ്റെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5ാം സ്ഥാനമാണ്. ചാഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കോങ്കോ എന്നീ രാജ്യങ്ങളിൽ മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ലോകത്തിലെ ഏറ്റവും മലിനമായ 100 നഗരങ്ങളുടെ പട്ടികയിൽ 74 എണ്ണവും ഇന്ത്യയിൽ നിന്നാണ്. മേഘാലയയിലെ ബർനിഹത്താണ് ഈ പട്ടികയിൽ ഒന്നാമത്. ഡൽഹിയാണ് രണ്ടാമത്. 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് KP സുധീര. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തകഴി സ്മാരക സമിതിയാണ് പുരസ്കാരം നൽകുന്നത്. തകഴി സാഹിത്യ പുരസ്കാരം നൽകുന്നത് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള തകഴി സ്മാരക സമിതിയാണ് പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.